നമസ്കാരം, മ്യൂസിക്കേഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ 15ാമത്തെ ലെസണിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ 15ാമത്തെ ലെസണിൽ നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ 14ാമത്തെ ലെസൺ വരയ്ക്കും സി മേജർ എന്നുള്ള റൂട്ടിലാണ് പഠിച്ചത്. ഇവിടെ കുറച്ച് നോട്ടിൻ്റെയൊക്കെ ചെറിയ ചേഞ്ചൊക്കെ വരാൻ പോവുകയാണ്. അത് ഞാൻ വിശദമാക്കി ഇവിടെ തരാം കേട്ടോ. നമ്മളിവിടെ ഞാൻ നോട്ട് കാണിച്ചിട്ടുണ്ട്, ഒരു ഫ്ലാറ്റ് സൈൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. മുമ്പ് ഞാൻ പല വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, അതല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ വിശദമാക്കി തരാം. ഈ ഫ്ലാറ്റ് എന്ന് പറയുന്ന സംഭവം നമ്മൾ ഇപ്പോൾ റൈറ്റ് സൈഡിലേക്ക് ഇപ്പോൾ സി ഡി ഇ എന്ന് പറയുന്നു. അപ്പോൾ നമ്മളിതിന് റൈറ്റ് സൈഡിലേക്ക് ഈ സിക്ക് പകരം ഈ ബ്ലാക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സി ഷാർപ്പ് എന്നാണ് നമ്മൾ പറയാം. അതുപോലെ ഈ ഡിക്ക് പകരം ഇങ്ങോട്ട് യൂസ് ചെയ്യുമ്പോൾ ഡി ഷാർപ്പ് എന്നൊക്കെയാണ് നമ്മൾ പറയുക. അങ്ങനെ ഇപ്പോൾ നമ്മളിതിനകത്ത് ബി ഫ്ലാറ്റാണ് വരുന്നത്, അല്ല ബി ഫ്ലാറ്റാണ് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഫ്ലാറ്റാക്കിയിട്ട് അതുപോലെ ലെഫ്റ്റ് സൈഡിലേക്ക്, റൈറ്റ് സൈഡിലേക്ക് ഷാർപ്പ്, ലെഫ്റ്റ് സൈഡിലേക്ക് പറയുമ്പോൾ ഫ്ലാറ്റ്. അപ്പോൾ ഇവിടെ ബി ഇങ്ങോട്ട് വയ്ക്കുമ്പോൾ ബി ഫ്ലാറ്റ്, എ ഇങ്ങോട്ട് വയ്ക്കുമ്പോൾ എ ഫ്ലാറ്റ്, ജി ഫ്ലാറ്റ്. അപ്പോൾ ഇങ്ങോട്ട് നമ്മൾ ഫ്ലാറ്റ് ആക്കിയിട്ടാണ് പറയുക കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്ന നോട്ട് നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ഈ നാച്ചുറൽ ബിക്ക് പകരം എഫ് മേജർ എന്നുള്ള ഇതിൽ വരുമ്പോൾ, ആ സ്കെയിലിൽ വരുമ്പോൾ ഈ ബി നാച്ചുറലിന് പകരം നമ്മൾ പ്ലേ ചെയ്യുന്നത് എല്ലാം ബി ഫ്ലാറ്റ്, ഈ ബ്ലാക്ക് കീയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ സ്കെയിൽസ് ഒന്നും പറയുന്നില്ല കേട്ടോ, ഇതിൻ്റെ സ്കെയിലൊന്നും പറയുന്നില്ല. കാരണം നമ്മൾ ഓൾറെഡി സ്കെയിലിനെ കുറിച്ചൊക്കെ നമ്മൾ നിറയെ വീഡിയോ ഇട്ടിട്ടുണ്ട്, യൂട്യൂബിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ സ്കെയിലിനെ കുറിച്ച് ഞാൻ പറയില്ല എന്നുള്ളതല്ല. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സ്കെയിലായിട്ട് പറയേണ്ട കാര്യമില്ല, റൂട്ട് മാത്രം പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇതിൻ്റെ വരുന്ന ഫസ്റ്റ് നമ്മൾ നോക്കുക, അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ മുൻപ് പഠിച്ചപ്പോൾ ഇതിനകത്ത് കീ സിഗ്നേച്ചർ എന്നുള്ള പറയുന്ന ഭാഗത്ത്, അതായത് ഇവിടെ ഞാനിവിടെ മാർക്ക് കാണിക്കാം, അവിടെ ഒരു ഫ്ലാറ്റ് സൈൻ കൊടുത്തിട്ടുണ്ട്. അത് ബി വരുന്ന നോട്ടിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരു ബി അല്ല, ഇവിടെ ഏത് ഈ കീബോർഡിനകത്ത് എവിടെയൊക്കെ ബി വരുന്നുണ്ടോ അതെല്ലാം ഫ്ലാറ്റാക്കി വായിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇത്രയും കാര്യം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ ഫ്ലാറ്റാക്കി വായിക്കുന്ന ഒരു ബി മാത്രം ഫ്ലാറ്റാക്കി വായിക്കുന്ന മേജർ സ്കെയിലാണ് എഫ് മേജർ. ഒരിക്കലും എ ഷാർപ്പ് എന്ന് പറഞ്ഞു പോകരുത്, ബി ഫ്ലാറ്റ് എന്ന് തന്നെ പറയുക കേട്ടോ. ഓക്കെ, നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ താളത്തിനെ കുറിച്ച് പറയുന്നത് 4/4 തന്നെയാണ്. നമ്മൾ മുമ്പാണ് 3/4 പഠിച്ചത്, 4/4 ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫിംഗർ പാറ്റേൺ എങ്ങനെയാണ് വരുന്നുള്ളത് ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എഫിലാണ് 4th ഫിംഗർ, എഫ് ജി എ. ഈ ബിക്ക് പകരം നമ്മൾ ബ്ലാക്ക് കീ യൂസ് ചെയ്യാം. ഈ ബി വായിക്കരുത്, ഈ ബ്ലാക്ക് കീ ആണ് യൂസ് ചെയ്യേണ്ടത്. എഫ് ജി എ ബി ഫ്ലാറ്റ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബാർ കഴിഞ്ഞു. നെക്സ്റ്റ് ബാറിൽ വന്നിട്ട് സി ഡി ഇ എഫ്, സിയിൽ തമ്പ് കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, സി എന്നുള്ളത് ലെഫ്റ്റ് ഹാൻഡും വരാറുണ്ട്, റൈറ്റ് ഹാൻഡും വരാറുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, താഴത്തെ എഫ് ക്ലഫിലാണ് വരുന്നതെങ്കിൽ ആ സി നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിക്കുക, ജി ക്ലഫിലാണ് വരുന്നതെങ്കിൽ റൈറ്റ് ഹാൻഡിലാണ് സി വയ്ക്കുന്നത് കേട്ടോ. ഇവിടെ ഒന്നുകൂടെ പറയാം, എഫ് ജി എ ബി ഫ്ലാറ്റ്, സി ഡി ഇ എഫ്. ഇതാണ് 2 ബാറിൽ വരുന്ന നോട്ട്. നെക്സ്റ്റ് 3rd ബാറിൽ വരുന്ന നോട്ട് ഇ 2 ബീറ്റ് 1 2 3 4 ഡി. പിന്നെ ലാസ്റ്റ് വരുന്ന ഇത് സി എന്നുള്ളത് 4 ബീറ്റ്സ് നമ്മൾ ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ്. ജസ്റ്റ് ഒന്ന് ഞാൻ സ്ലോയിൽ പ്ലേ ചെയ്തിട്ട് ബാക്കി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, നമ്മളിത് എങ്ങനെ കൗണ്ട് ചെയ്ത് 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 അങ്ങനെയാണ് നമ്മൾ കൗണ്ട് ചെയ്തത്. ഒന്നുകൂടെ ഞാൻ വായിക്കാം. ഓക്കെ, ഈസിയാണ് അല്ലേ? നമുക്ക് ബിക്ക് പകരം ബി ഫ്ലാറ്റ് പിടിച്ചാൽ മതി, വേറെ ഒന്നുമില്ല അതിനകത്ത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ, എപ്പോഴും പ്ലേ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, സി മേജർ വരുമ്പോൾ ബി ഫ്ലാറ്റല്ല യൂസ് ചെയ്യുക, നമ്മൾ ബി നാച്ചുറലാണ് യൂസ് ചെയ്യുക. അപ്പോൾ ആ കീ സിഗ്നേച്ചർ നോക്കിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ മാറ്റം വരുത്തുന്നത് കേട്ടോ. അപ്പോൾ ഫ്ലാറ്റ് സൈൻ കണ്ടു കഴിഞ്ഞാൽ മേജർ ആണെങ്കിൽ എഫ് മേജറായിട്ട് വായിക്കാം. മൈനറെ കുറിച്ച് നമ്മൾ ഇതിൽ പറയുന്നില്ല, അത് വരുമ്പോൾ ഞാൻ പറയാം. അപ്പോൾ ഇതെല്ലാം എഫ് മേജറാണ്, ബി എല്ലാം ഫ്ലാറ്റ് ആക്കി, നമ്മൾ എവിടെ വായിക്കണമെങ്കിൽ ബി ഫ്ലാറ്റ് ആക്കിയിട്ട് വായിക്കാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ലൈൻ നോക്കാം. നെക്സ്റ്റ് ലൈനിൽ ബി ഫ്ലാറ്റ് എന്നാണ് ലെഫ്റ്റ് ഹാൻഡ് തുടങ്ങുന്നത്, ബി ഫ്ലാറ്റ് എ ജി എഫ്. നെക്സ്റ്റ് ബാർ കേട്ടോ, ജി എ ബി ഫ്ലാറ്റ് സി. ഇനി 3rd ബാറും 4th ബാറും റൈറ്റ് ഹാൻഡാണ് വരുന്നത്, ഡി 2 ബീറ്റ് ഇ 2 ബീറ്റ്. അത് കഴിഞ്ഞ് എഫ് 4 ബീറ്റ്സിൻ്റെ ലെങ്ത് നമ്മൾ ഹോൾഡ് ചെയ്യാം.
ഈസി അല്ലേ ഇത്? ഇനിയിപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് നിങ്ങളുടെ ടൈമൊന്നും കളയേണ്ട, അതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ത്രൂ ആയിട്ടൊന്ന് വായിക്കാം കേട്ടോ. സ്ലോവിലാണ് വായിക്കുന്നുള്ളത്. പിന്നെ നിങ്ങൾ സ്പീഡ് കൂട്ടിയിട്ടൊക്കെ ട്രൈ ചെയ്യാം. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അതിനകത്ത് ലിറിക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ട്യൂണിൻ്റെ കൂടെ പാടി പഠിക്കുക നല്ലതാണ്. അങ്ങനെ പാടി പഠിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഓക്കെ, ഞാൻ ഒന്ന് ഫുള്ളായിട്ട് ഒന്ന് പ്ലേ ചെയ്യാം. ഈസി, വെരി ഈസിയാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കുക, നമ്മൾ ഈ ബി ഫ്ലാറ്റ് വയ്ക്കുന്നത് എഫ് മേജറാണ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ അടുത്ത ക്ലാസ്സിൽ കാണാം.